പേരെന്താ അടുത്ത വരുന്നൊക്കെ പിന്നെ പേരെന്താ അപ്പൊ ലീഡർ ഇല്ലേ ഗ്യാങ്ങിന്? ബ്രോ എടാ അല്ലല്ല വെരി ബ്രോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ബ്രോയുടെ MRC എന്ന ഗ്യാങ്ങിന്റെ ലീഡറിന്റെ പേര് പറ. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ഉത്തരം ഞാൻ പറയാം മിസ്റ്റർ ജ്യൂസ്. ഉത്തരം ലീഡർ ഇല്ല. കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാനാകോട്ടെ. ഹലോ എന്റെ പേര് കുറുപ്പ്. എന്തിനാണ് കുറുപ്പ് നമ്മുടെ അടുത്തേക്ക് സിറ്റുവേഷൻ ആയിട്ട് വരും? സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇല്ലായിരുന്നു. സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ലടാ. മാറി മാറി പോയതല്ലേ നിങ്ങൾ വന്ന് ചൊറിഞ്ഞിട്ടും? എത്ര വട്ടം നമ്മൾ മാറി മാറി പോയി നിങ്ങൾ വന്ന് ചൊറിഞ്ഞിട്ട്? സിറ്റുവേഷന് ഞാൻ ഇല്ലായിരുന്നടാ, എനിക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ചോദിക്കും എന്തിനാണ് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ എടുത്ത് വന്നത്? അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. അതായത് ഇവിടെ സിറ്റിയിൽ കുറെ ഗാങ്സ് നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുമായിരുന്നു. നിങ്ങൾ പലവട്ടം ട്രിഗർ ചെയ്യാൻ നോക്കിയിട്ടും നമ്മുടെ അടുത്ത് വന്നിട്ടും നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. കുറുപ്പിന്റെ അടുത്ത് കുറുപ്പ് ഒരു കാര്യം ചോദിച്ചു എന്റെ അടുത്ത്, എന്തിനാണ് ഡ്രേക്ക് അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ ആ കാര്യം ഡ്രേക്കിനെ വിളിച്ചിട്ട് ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് അടിച്ചിട്ട് അത് എന്ത് പരിപാടിയാ കുറുപ്പെ? ഡ്രേക്ക് അല്ലെ കുറുപ്പിന്റെ അടുത്ത്, കുറുപ്പാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞതിന്റെ റീസൺ ചോദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് ആ മലയുടെ റിഡ്ജിലോട്ട് ഇറങ്ങുന്നത്. അപ്പത്തേക്ക് എല്ലാരും കൂടെ അങ്ങ് അടിച്ചിട്ട് അത് മോശമല്ലേ കുറുപ്പേ? നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് പോയതല്ലേ? ഒന്ന് മാറിക്കോ. കുറച്ച് സ്ഥലം തരും എനിക്ക്. കുറച്ച് സ്ഥലം തരണേ. ലീഡറില്ലാത്ത ഓസി ആവത്തില്ല ബ്രോ, അത് സിറ്റിയിലെ കാര്യമല്ലേ. ലീഡർ ഉണ്ട് അവർക്ക്, ആക്ച്വലി ലീഡറൊക്കെ ഉണ്ട്. ലീഡറില്ലെന്ന് ആരാ ഇങ്ങനത്തെ പറഞ്ഞ? പിന്നെ ഇങ്ങനെ വെക്കിട്ട് കയറാനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും. ആരൊക്കെ കണ്ടിട്ടുണ്ട് കുറുപ്പ്? ലീഡറില്ലെന്നാണ് നിങ്ങൾ താഴെ പറഞ്ഞത്. കേൾക്കുന്നുണ്ട്. എല്ലാവരും കൂടെ അലപ്പ് കാരണം മനസ്സിലാവും. ഹോസ്റ്റേജിനെ എടുത്തപ്പോ ഇതിട്ടായിരുന്നോ, മെസ്സേജ് ഇട്ടായിരുന്നോ? ഞാൻ കത്തിപ്പോയായിരുന്നു. TG കുറച്ച് പൈസ ഒക്കെ ആവോ? മൊണ്ണേന്ന് വിളിച്ചാലും വിളി വെക്കുന്നുണ്ട് പാവം. ശീലായിരുന്നു. രാത്രി അതല്ലേ കൊമ്പച്ചക്ക് വേണ്ടേ? നീ കൊണ്ടിട്ട് പോകും. അത്ര മനസ്സിലായി. നീ കൊണ്ടിട്ട് പോകും. വ്യത്യാസമുണ്ടോ? ഒരു 2 വാക്ക് സംസാരിക്കണം. എന്തേലൊക്കെ പറയണ. ഇങ്ങനെ തിരിഞ്ഞിരിക്കുമല്ലേ? എന്താ പറയാ, ഇങ്ങനെ ഹോസ്റ്റേജായിട്ട് ജീവിക്കാറാ ഞാനൊക്കെ. ഇതൊക്കെ ശീലമായെന്ന് എന്റെ കൂടെ ഉള്ള പറയാൻ കഴിവില്ല. നീ ഇപ്പൊ എത്ര ഗ്യാഗോസ് കയറിയ ഹോസ്റ്റേജായിട്ട്? പുതിയൊന്നും ഇല്ലളിയാ. പുതിയൊന്നും ഇല്ലേ? ഇറക്കണ്ടേ? കുറുപ്പ് വന്ന മുട്ടില് മുട്ടില് കുരുപ്പ് വന്നത് ആരെടുത്ത് താളം വിട്ടത്? നിന്റെ പിള്ളേരുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നിന്റെ അതെന്തൊരു വിഷയം കേട്ടാ. അത് കൊള്ളാം കേട്ടോ. എന്നിട്ട് തൂറിയല്ലോടാ, എന്നിട്ട് തൂറിയല്ലോ. വണ്ടി അടിക്കാൻ തന്നെ പറഞ്ഞേ കേട്ടാ. വീഡിയോ ചെയ്യാൻ പറഞ്ഞേ. അപ്പഴല്ലേ വെടിവെച്ച് കളിക്കാൻ പറയാൻ തോക്കെടുത്ത്. ബുള്ളോപ്പിക്ക് നല്ല ബുദ്ധിയുണ്ട്. വണ്ടി കെട്ടിക്കൊന്ന്. എന്താടാ എന്നെ ഇച്ചിരി ഇറക്കി വിടുന്നത്. ഡ്രേക്കിന് നമ്മള് കൊറേ പിടിച്ചു നിർത്തി. എല്ലാവരും സംസാരിക്കട്ടെ. ഡ്രേക്ക് ശിവനടുത്ത് പറഞ്ഞു ഓടല്ലെന്ന് മനസ്സിലായോ? പെഡിന്റെ പുറകെ പൈസ പുറകെ ഇങ്ങനെ ഇരിക്കും. അവനൊക്കെ അടിയിൽ എഴുതി കാണിച്ചപ്പോഴേ
ബ്രേക്ക് രാഹുൽ അത് നിങ്ങള് പോയില്ലേ, നിങ്ങള് പോയി കഴിഞ്ഞപ്പോ ഒരു പയ്യൻ വന്ന് ഇറങ്ങി അടിക്കുന്നത്. ഞാനൊക്കെ തോക്കി പയ്യൊക്കെ ഓടി, കാരണം നമ്മൾ ചത്തിനീച്ചല്ലേ. ഓർത്തത് അതാ അത് റെഡി ആയിട്ടാ പക്ഷെ പയ്യെ ടെൻഷനായി നമ്മുടെ വണ്ടി കയറി. ഈ കുറിപ്പ ഈ ഫൈറ്റ് ടൈം എന്ന് പറയുമ്പോ എന്താണ് കുറിപ്പ അതിന്റെ ഉദ്ദേശം എന്ന് കേട്ടാ കൊള്ളായിരുന്നു. ഈ ഫൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, അതെന്ത് സാധനം, എന്താണ്? റെഡി ആയിരുന്നു എല്ലാവരുടെ ഒപ്പരം താളം വിടുന്നില്ല, എന്താണ് അത്? ഞാൻ ഇല്ലായിരുന്നല്ലോ, ഞാൻ റെഡി ഇല്ലായിരുന്നു. എടാ അഖില ആ സംഭവം പറയടാ എന്തിന്. അല്ല ഈ ഫൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പയ്യന്മാര് വാർച്ചയിൽ എന്തോ ഇടുന്നുണ്ടായിരുന്നു, നീ ആ റേഡിയോയിലൂടെ ആ മാക്ക് മുന്നേടുത്തൊന്ന് ചോദിച്ചേ ഈ ഫിഫ്ത് ടൈം എന്താന്ന് ചോദിച്ചു. അവ 5 വട്ടം എന്താണ് വായിലിട്ടതാണ് ചോദിച്ചു. ഇതാരാണ് ഈ പ്ലേസിനെ കിടക്കുന്നത്? റെഡിയില്ല, ആരുടെ വായിലെടുക്കാൻ പോയതായിരിക്കും. ഒരു മണ്ണയില്ല. ഹലോ ബ്രോ, റെഡിയില്ല ബ്രോ. സംസാരിക്കണല്ലോ, നീ റേഡിയോ മാക്കിനെ വിളിക്കാൻ പറ. പുതിയ മനുഷ്യനുണ്ടാ? പുതിയ മനുഷ്യനാ? എന്താണ് ഷെയ്ക്കിനെ പറഞ്ഞ? എന്താണ് ഷെയ്ക്കിനെ പറഞ്ഞ? എന്താണ് ഷെയ്ക്കിന്റെ കണ്ടി? ഷെയ്ക്കിന്റെ അരി കുടിക്ക അവനാരാ? പിന്നെ ഷെയ്ക്കിന്റെ വെള്ളരി പറഞ്ഞു. പിന്നെ ഇവിടെ ആർക്കാ പിന്നെ അവന് കേക്കാറാ? ഹലോ എന്തോടെ നീ ബഹളം കാരണം ഒന്നും റേഡിയോ കേറട്ടെ. വാർച്ചയിൽ 5th ടൈം ഇട്ട് എന്താ മാക്കിട്ട് ചോദിക്കാം. എടാ 4th ടൈം 5th ടൈം എന്തോടാ മാക്കിട്ട്? 10-12 സ്റ്റാർട്ട് ചെയ്തേ. 12 മാക്കിനെ അറിയാമല്ലോ. വേണ്ട ഒന്നും വേണ്ട പോട്ടാ. ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം. പ്ലെയർ അല്ല, ടിപിയുടെ പ്ലെയറിലെ നാലാമത്തെ ലീഡർ സ്പൈ ഓസി ടൈം തീരാറായോ? ബ്രോ കേക്കോ? ഹലോ ഹോസ്റ്റ് എപ്പോഴാണ് തുടങ്ങിയത്? ഇതുപോലെയുള്ള കുറുപ്പ് ഡാനി കൈനാണ് ചീറ്റ് ചെയ്ത് കേട്ടാ നീ എന്നെ. സംസാരിക്കാൻ വിട്ടിട്ട് നീ പുറകെ കൂടെ കുത്തിയല്ലോടാ എന്നെ. പുറകെ കൂടെ കുത്തിയത് ഞാൻ കാരണമല്ലോ ജോസൂട്ടി. ഒരുത്തം വന്ന് അവിടെ തെറി വിളിച്ചിട്ട് നിങ്ങളടുത്ത് അത്രയും രീതിക്ക് സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. നമ്മളടുത്ത് പറഞ്ഞാൽ മതിയല്ലോ. സാരമില്ല. ചന്തി കുരുമ്പുണ്ടാരും തട്ടിപ്പൊട്ടിക്കല്. എടാ മറ്റേ പിള്ളേർക്ക് കേട്ടോക്കെ 5ാമത് എടുക്കുക. ഞാനിപ്പോ അവിടെ അല്ലടാ, ഞാൻ ടി ജെയിലാണ്. നീ ഒന്ന് ഉറക്കെ പറഞ്ഞേടാ കുറിപ്പ് വന്നടാന്ന്. ഇല്ലില്ല കുറിപ്പ് നീ ഒന്ന് പറഞ്ഞടാ കുറിപ്പ് വന്നടാന്നൊന്ന് പറയടാ ഉറക്കെ. പറഞ്ഞോണ്ട് പോടാടാ.
നിക്കടാ പോന്നടാ ഇങ്ങനെയല്ല നിന്റെ ടോൺ ഒരു മാസി പറ നോക്കിയിട്ടുണ്ട് വന്നടാ എടാ കുരുപ്പ് സൗണ്ട് പോയാ സ്പൈ ഇവരുടെ ഇതെന്താ കാട്ടിനകത്തോട്ട് കയറി പോണേ അല്ലല്ല കുഴപ്പമില്ല ഞങ്ങളുടെ ഒരു ഹിഡൻ ഇങ്ങോട്ട് സൗണ്ട് പോയാ എടാ സൗണ്ട് ഒരു സെക്കൻഡ് പോയതാടാ അൺവാണ്ടഡ് ചാറ്റ് ഒക്കെ ഒഴിവാക്ക് മോഡറേറ്റേഴ്സ് ഒന്ന് ഹലോ അങ്ങ് കിടന്നങ്ങ് ശീലിച്ച കള്ളി എന്നോടാണ് എന്താണ് മാക്കിന്റെ കൂടെ ഇരിക്കുന്ന ഇക്കാച്ചി മാക്ക് മണ്ണ പറഞ്ഞോണ്ടേക്ക് മാക്ക് മണ്ണ നിങ്ങളുടെ ലീഡർ ആറാ ഗ്രൂപ്പ് തൊപ്പി നേരത്തെ പറഞ്ഞപ്പോ ഇല്ലെന്ന് പറഞ്ഞു. ബ്രോ ഇപ്പോഴത്തെ ലീഡറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞപ്പോ ലീഡർ ഇല്ലെന്ന് പറഞ്ഞു. നേരത്തെ വെച്ചപ്പോ ലീഡർ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോഴേ മൂസിങ്സാ പീരിയഡ്സ് ആണ്. പറ്റൂലേ ചോദിച്ചോട്ടെ എടാ അതിന് പ്രശ്നമില്ലെന്ന് പ്രശ്നമില്ലെന്ന് അല്ലേ റേഡിയോ കേറിട്ടേ മറ്റേ ആരായിരുന്നു മാക്കിന്റെ അടുത്തും ഇവന്റെ അടുത്തും ഷെയ്ക്കിന്റെ അടുത്തും ഗാംഗോസിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പറ. മാക്ക് ഷേക്ക് ഉണ്ടോ? അവരുടെ അടുത്ത് ഗ്യാങ്സിന്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞു. അവിടെ അവരില്ല. അവരില്ലേ? അവര് വരണോടാ. പിന്നെ ലീഡറും പറഞ്ഞ ആട്ടാനല്ലോ ഇന്നലെ ഇത് പ്രീവാറൊക്കെ ആയിട്ട് പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരും അവനല്ലടാ കൊണ്ടുപോയത്. ആനയുടെ ചന്തയാ? ആനയുടെ ചന്തയോ കാരോ? സ്റ്റാൻഡിൽ വെച്ച മോണിറ്ററിന്റെ കൊണ്ടൊക്കെയാ പക്ഷെ ഇത് രസമുണ്ട്. നല്ല രസമുണ്ട്. മറ്റേതിനെക്കാട്ടി നല്ല രസമുണ്ട്. ഇത് ഏതാ സാധനം? ഏതാണ് കൂടിയ സാധനം ഒന്ന് പിടിച്ചു നോക്ക്. അപ്പൊ അങ്ങ് ഇട്ട് വായിലിട്ട് വരും. പിടിച്ചോട് എടാ നല്ലോണം പിടിക്കലടാ. ചിലപ്പോ പിടിച്ചെടുത്ത് കളിച്ചാലാ പിടിക്കാന്നില്ല. നിന്റെ കാര്യം അന്ന് പിടിക്കണം. ഇല്ല അതൊന്നും കൊള്ളൂല. ശിബുമൊണ്ണന്ന് പറഞ്ഞ കഴിവടാ നീ. ശിബുമൊണ്ണെന്ന് പറയണ വിളക്കൂതി പറടാ മൊണ്ണേ.
5 മിനിറ്റ് വെയിറ്റ് എന്നിട്ട് വന്നിട്ട് പറ കേട്ടോ. ശിവു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ പറയണം. ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇവൻ വലിയ താളുണ്ടായിരുന്നു. ഇവൻ വായ തുറക്ക മാട്ടാ കുണ്ടി പുള്ളിട്ട് വെച്ചോ പറടാ സ്പീഡി പറടാ. പിന്നൊരു കാര്യം പറയട്ടെ, നിന്റെ ഈ മണി ടോക്സും വെഞ്ചാമണി ടോക്സ് എന്ന് പറഞ്ഞ ഇനി വന്നോണ്ട തലയടിച്ചാൻ തിരിക്കും. മണി ടോക്സ് നീ അത്ര ഉള്ളു. എനിക്ക് ഇനി ആകെ ആഗ്രഹം അറിയോ, ആ ഷെയ്ക്കും മാക്കും വന്ന് എന്നെ അണ്ണാന്ന് വിളിക്കണം. അതാണ് ഡിമാൻഡ് കേട്ടാ. അതാണ് ഡിമാൻഡ്. എല്ലാം ടി വി അടിക്കണേ. അല്ല ഇവനെ അലൈവായിട്ട് വേണമെങ്കിൽ രീതി ചോദിച്ചാൽ മതി. സോംബി ക്രോൾ ഇട്ടോ, അത് ശരിയാ. അന്നൊക്കെ നീ ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്ക് വിളിക്കാൻ ഗ്യാങ് മെമ്പേഴ്സ് ഇല്ലെന്ന്. എടാ ഇന്ന് എന്നാ നീ എടാ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നീ F4-ല് സോംബി ക്രൗള് ചാടി ഈ അല്ലല്ല റേഡിയോ കയറിട്ടെ ഒറ്റ കോൾ കൊടുത്താൽ മതി. ഈ കിടന്ന് അമ്പി കളിച്ചിട്ട് ഇങ്ങോട്ട് വരാതെ ഈ മറ്റേ അഭിനയിച്ച് നിന്ന് കഴിഞ്ഞാല് പ്രീവാറും വാറും കളിക്കാൻ പറ്റൂല. അറിയാലോ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിടും. പിന്നെ ഈ ഫ്രസ്ട്രേറ്റഡ് ആയി പോയി ഇരിക്കേണ്ടി വരും. കാര്യങ്ങൾ മുന്നോട്ട് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിവിടെ മനസ്സിലായല്ലോ. കിടന്ന മറ്റേ ആളില്ല എന്നൊക്കെ പറയാം. അയ്യോ ഇതൊക്കെ നമ്മുടെ 3-4 കൊല്ലായില്ലേ കുറിപ്പ് ഇതിന്റെ അകത്ത്. ആളില്ല പെട്ടെന്ന് ആയിക്കോട്ടെ ചിരിക്കാൻ ട്രെയിനിങ് എടുക്കാൻ പോയതാവേ. ഹലോ ഒന്നും കേട്ടൂടെ ഇവിടെ വെള്ളം വെക്കുന്നുണ്ട്. മാക്ക് ഷേക്ക് ഉണ്ടോ? മാക്ക് മാത്രമുണ്ട്. മാക്ക് മതിയോ? ഷേക്ക് സിറ്റുവേഷൻ കളിക്കാനുണ്ടായിരുന്നോടാ? ഇല്ല ഷിബുവിനെ ഷിബു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഷിബുനെയും മറ്റേ ഗ്യാങ്സിന്റെ അവിടെ ഫ്രണ്ട് പറഞ്ഞ മാക്കും ഷിബുവും വരണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണാച്ചി മാക്ക് പറയണ റെഡി പെണ്ണാച്ചി മാക്കും ഷിബു ഷിബു വലിപ്പിച്ചാ നമ്മൾ നിന്നിട്ട് വലിപ്പിക്കും. നേരത്തെ പെണ്ണാച്ചി പിന്നെ മാക്കുന്നു. സോംബി ക്രോള് F4-ല് സോംബി ക്രോള്. ഇല്ല അത് ആ സാധനം ഇല്ല, അത് വരുന്നില്ല. അടിച്ചാ മതി. ഒരു ഓസി പറഞ്ഞോട്ടോ. അത് നേരത്തെ അടിച്ചപ്പം ബഗ്ഗായിട്ടിരിക്കാണ് എനിക്ക് ആ മൗസ് ഫ്രണ്ടില്. എന്നാ അല്ല മറ്റേ കൺട്രോൾ അടിച്ച് ഇത് സോൾവ് ആയി. സിറ്റുവേഷൻ സോൾവ് ആയി. ഓ നിർത്തി ഞാൻ കുറുപ്പേ മാർസലസ് ആണോ? എടാ അതെന്തേലും ആവട്ടെ, നീ പറ. കുനിഞ്ഞിട്ട് അങ്ങനെ പോട്ടെ. നീ ഇമോട്ടിൽ ചീച്ചിട്ട് നടന്നേ. ഇമോട്ട് ഇടാൻ പറ്റില്ല. ഇമോട്ട് നടക്ക്. താഴെ ചെന്നിട്ട് കൊല്ലണം അല്ലേ?
ആദ്യം മ്യൂട്ട് ഡ്രേക്കെ വെൽക്കം മ്യൂട്ട് അവിടെ എന്തോ കമന്റ് അടിച്ചെന്ന് തോന്നുന്നു. അൺനോൺ ബ്രോ ചിരിക്കുന്നിരുന്നു. എന്തോ പറ്റി മ്യൂട്ട് എന്താ മെസ്സേജ് ഇട്ട? ബ്രോ മോക്ക് ചെയ്യായിരുന്നു. ഹലോ റേഡിയോ ഞാൻ ആരുടെയാടാ ഇപ്പോ ഞാനല്ല ഇവിടെ കത്തിപ്പോയി. ടൈം നോട്ട് ചെയ്തോ? കത്തിപ്പോയി അല്ലടാ അവൻ ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. പറ്റുന്നില്ല. ഇങ്ങനെ കുരിഞ്ഞിരുന്നു അല്ല അത് നടുവേദനയാണോ നിനക്ക്? ശിവ നാണം വന്നാ മുണ്ടൊക്കെ ഇവനും ഉണ്ടുണ്ടായിരുന്നാ? ആ മുണ്ടൻ കോരി ഒരു തലയിട്ട് തല്ലി കൊള്ളാല്ല. പെട്ടെന്ന് അങ്ങ് ഡ്രസ്ഡ് ആയി പയ്യൻ. ഇനി സറണ്ടർ അടി. ഹലോ ബ്രോ. അത് ബ്രോ അത് പറ്റുന്നില്ല. പ്രശ്നമില്ല. ആളെ വേണ്ടേ? അല്ലല്ല ലവൻ വന്നില്ല. ലവൻ വരട്ടെ. ശിവോടെ ശിവു വന്ന് സമയമില്ല പിന്നെ ശിവു. നീ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, നീ എന്തോ 4-5 വട്ടം എന്നെ കൊണ്ടുപോകുന്നു. നീ ഇനി തൊട്ടോട്ടല്ലോ. പോയിട്ടുണ്ടെന്നോ? അയ്യേ കൊച്ചു പിള്ളേരെ പോലല്ലേ. ഡാടാ കൊണക്കല്ലേ നിന്റെ ഹോസ്റ്റേജ് എവിടെ? വാട നീ അധികം താളം വേണ്ട. നമ്മൾ സംസാരിക്കും. നീ കേൾക്കാൻ പറ്റുന്നത് കേട്ടാ മതി. മനസ്സിലായി? ഇത് ടീച്ചറുടെ ഗ്യാങ് ഹൗസ് അല്ലാണ്ട് നിന്റെ MRC ആട്ടുതോട്ടിലല്ല. മിണ്ടാടിയാണ് തൊലിക്കാൻ വരുന്നവൻ. മുള്ളിയാട്ടാ പയ്യൻ തീട്ട കൂടിയിട്ട് വാണം. മനസ്സിലായ ഹോസ്റ്റേജിന്റെ പേടിയില്ലേ? കേൾക്കുന്നുണ്ടല്ലോ ബ്രോ. ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അറിയില്ല. ഡെവില് സ്പൈനെ നേരത്തെ വിളിച്ചതായില്ല. പിന്നെ സ്പൈ സിറ്റുവേഷൻ ആണെന്ന് കണ്ടോണ്ടാ പിന്നെ ഡെവില് പോയത്. ഒറ്റ മിനിറ്റ്. ഹലോ MRC ബ്രോ. ഒട്ടേടാ നിന്റെ അടുത്താ പറയണേ. അതായത് ഓസ്ട്രേലിയ കയ്യിലിരിക്കുന്ന മനസ്സിലായ? നിനക്ക് ഓസ്ട്രേലിയ വേണം. എന്നിട്ട് മര്യാദക്ക് ഡ്രൈക്ക് കണ്ണ അങ്ങ് വിളിച്ചോ. അങ്ങനെയല്ല, മര്യാദക്ക് ഒരു താഴ്മയോടങ്ങ് വിളി. നിനക്കെന്താ മൂടാവണ്ടാടാ? അവൻ നിന്നെ കുറിച്ച് കളിച്ച, അവൻ നിന്നെ കുറിച്ചെടുത്ത് കളിച്ച. നിനക്കങ്ങ് മൂടാവാൻ അവന്റെ പേര് പറയുമ്പോ ഒറ്റ ട്രൈ. ഇത് മറ്റേ ബ്രോ ഇനി ഹോസ്പിറ്റലിൽ പോയി എടുത്തോ. അവന്റെ കൂടെ സിറ്റുവേഷൻ നടക്കുക. ഹോസ്പിറ്റലിൽ പോയി എടുത്തോ. എടാ നീ അടി കൊണ്ടല്ലടാ. അടി കൊണ്ട് ഓടിയല്ലടാ. നീ അടി കൊണ്ട് ഓടിയല്ല. നീ അടിയോളം പേടിച്ചിട്ട് നീ വണ്ടി എടുത്ത് ഓടിയല്ലേ? അടിയോളം പേടിച്ചിട്ട് നീ വണ്ടി എടുത്ത് ഓടിയല്ലേ? തിരിച്ച എടാ ഡിജെക്ക്
ടിജിക്ക് ടെമ്പററി സസ്പെൻഷൻ അയ്യോ എടാ കയറല്ലേ നീ പോയി റിക്വസ്റ്റ് പോയിട്ട് ആട്ട് പോ ചെല്ല്. നീ ജോസഫ് ഇവിടെ ലീവ് ചെയ്യാൻ പറഞ്ഞില്ല ലീവ് ചെയ്യാൻ ഇത് പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പ്രീവാറായിട്ട് കണ്ടിന്യൂ ഇത് ചുമ്മാ ആയിട്ട് വലിപ്പിച്ച് കരിമീനെ ലീവ് അല്ലല്ല പക്കു ഞാൻ അല്ലല്ല ഇവിടെ ഒന്ന് ദൈവം അല്ലോ ആൾക്കാർ പേടിച്ച് ശിവ പറഞ്ഞ ഇട്ടതില്ലേ ടെമ്പററി സസ്പെൻഡ് ആൾക്കാർ പേടിച്ചു പോയി ആൾക്കാർ പേടിച്ചു പോയി ഞാൻ ക്ലിയർ സെറ്റ് അടിച്ചോട്ടെ എന്താണ് ഗാങ്സ് വരാൻ പറഞ്ഞ പോസിറ്റീവ് സിറ്റുവേഷൻ എൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് സൈഡ് വിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ലീഡർ കൊമ്പൻ അവരുടെ MR സെറ്റിന്റെ വെഹിക്കിളിട്ട് ഫയർ അല്ല അതും ഇത് സെയിം ആടാ കുറിപ്പ് വന്നിട്ടാ തൂറാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിഗറിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് രണ്ട് മാക് അതായത് MR സെറ്റ് ലീവ് ചെയ്ത് വെഹിക്കിൾ എടുത്ത് ലീവ് ചെയ്യുന്ന സമയത്ത് കൊമ്പൻ ഡയറക്റ്റ് ഗാങ് വെഹിക്കിളിന്റെ ടയേഴ്സിനിട്ട് ഫയർ ചെയ്തു. സിറ്റുവേഷൻ എൻഡഡ് ആയിരുന്നു. പിന്നെ ഫയറിംഗ് പാടില്ലല്ലോ ഇനീഷ്യൽ സിറ്റുവേഷൻ. അല്ല അവർക്കില്ലാത്ത കുറിപ്പിനെ GR മേടിച്ചു വിട്ടോട്ടോ. ഇവനെ കത്തിച്ചേട്ടെ എത്ര നേരി ഇതാണ് ബ്രോ, കത്തിച്ചു വിട്ടാ പോണം ബ്രോ. അവനെ കത്തിച്ചാണെന്ന് തോന്നണ കത്തിച്ചത് നേരത്തെ കണ്ടായിരുന്ന കത്തിച്ച കണ്ടായിരുന്ന ഇല്ല ഇല്ല കണ്ടായിരുന്ന അതാ ചോദ്യം. കത്തിച്ച് കണ്ടിട്ടില്ലല്ലോ GR മേടിച്ചു. കത്തിയാ കത്തിയില്ലല്ലോ, ഫ്ലെയിം വന്നോ?